കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയായി അവതരിപ്പിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് കേരള ജനത ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ ബജറ്റ് അവസാനിച്ചതോടെ ആ പ്രതീക്ഷയും അവസാനിച്ചിരുന്നു. സാധാരണക്കാരന് ആശ്വാസമാകുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനവും ബജറ്റിലുണ്ടായിരുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാനത്ത് കൂടുതലായും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടായത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിക്കുമ്പോഴും PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ 1,60,000 രൂപയിലേറെ വർധന വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. തുച്ഛമായ വേതന വർധന ആവശ്യപ്പെട്ട് ആശാവർക്കർമാരുടെ സമരം 10ാം ദിവസം പിന്നിടുമ്പോഴും അവർക്ക് അനുകൂലമായൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എപ്പോഴും ആവർത്തിക്കുന്ന ധനമന്ത്രിയും ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടാതിരിക്കാൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് അവർ കൈപ്പറ്റുന്നതെന്ന് വാദിക്കുന്ന ആരോഗ്യമന്ത്രിയും ഈ ജംബോ ശമ്പള വർധനയ്ക്കുള്ള തീരുമാനത്തിന് ഒപ്പം നിന്നു. അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനരോഷം ഭയന്നു മാറ്റിവെച്ച തീരുമാനം മന്ത്രിസഭ ഇന്നലെ കൈക്കൊണ്ടു. ചെയർമാന്റെ ആകെ ശമ്പളം 2.24 ലക്ഷം രൂപയിൽ നിന്ന് 3.87 ലക്ഷമായും അംഗങ്ങളുടേത് 2.19 ലക്ഷത്തിൽ നിന്ന് 3.80 ലക്ഷമായുമാണ് കൂടുന്നത്. ചെയർമാൻ അടക്കം 20 അംഗങ്ങളാണ് PSCയിൽ നിലവിലുള്ളത്. ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം വേണമെന്ന PSCയുടെ ആവശ്യം കൂടി അംഗീകരിച്ചാൽ 35 കോടി രൂപയിലേറെ കുടിശ്ശികയും സർക്കാർ നൽകേണ്ടി വരും. ചെയർമാന്റെ പെൻഷൻ 1.25 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായും അംഗങ്ങളുടേത് 1.20 ലക്ഷത്തിൽ നിന്ന് 2.25 ലക്ഷമായും വർദ്ധിക്കുകയും ചെയ്യും. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സിലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവുമായിരിക്കും പുതിയ ശമ്പളമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യവസായ ട്രൈബ്യൂണലുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും സബോർഡിനേറ്റ് ജുഡീഷ്യറിയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടേതിന് സമാനമായി പരിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തീരുമാനമാണിതെന്ന് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പോലും കുറ്റപ്പെടുത്തി. സർക്കാർ മുൻഗണനകൾ മാറി പ്രവർത്തിക്കരുതെന്നും ജനറൽ സെക്രട്ടറി JS ചന്ദ്രൻ കല്ലിങ്കൽ ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിലൊരു നടപടി സർക്കാർ കൈക്കൊണ്ടത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചിലർ വിമർശിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ക്ഷേമ പെൻഷൻ 1,600 നിന്ന് 2,500 വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു 100 രൂപയുടെ പോലും വർധനവുണ്ടായില്ല എന്ന് മാത്രമല്ല, കുടിശ്ശികയായി 3 മാസത്തെ തുക ഇനിയും വിതരണം ചെയ്യാനുണ്ട്. ഈ സാഹചര്യത്തിൽ PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടിയത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് തന്നെ വെല്ലുവിളി ഉയർത്തുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 6 വർഷത്തെ കാലാവധിയാണ് PSC അംഗത്തിനുള്ളത്. രാഷ്ട്രീയ പരിഗണനയാണ് നിയമന മാനദണ്ഡം. ശമ്പളം, പെൻഷൻ തുടങ്ങി ആശ്രിതർക്കടക്കം ചികിത്സയ്ക്ക് പണം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ PSC അംഗത്തിന് ലഭിക്കും. ഒരു നേരത്തെ മരുന്നിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് കേവലം 1,600 രൂപ ക്ഷേമ പെൻഷനായി നൽകുമ്പോൾ ലക്ഷങ്ങളാണ് മാസ ശമ്പളമായി ഇവർക്ക് ലഭിക്കുന്നത്. ഈ അന്തരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.